നമ്മൾ ഓരോരുത്തരുടെയും അറിവിൽ ഇന്ത്യയുടെ ശത്രുതയുള്ള രാജ്യങ്ങളായി ഉണ്ടാകുക പാകിസ്ഥാനും ചൈനയുമാകും. എന്നാൽ ഇവരെ കൂടാതെ ഇന്ത്യയുടെ ശത്രുതയുള്ള നിരവധി രാജ്യങ്ങളുണ്ട് എന്നതാണ് സത്യം. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയുടെ ശത്രുതയുള്ള 10 രാജ്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. 10-ാമതായി ശ്രീലങ്ക. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമിടയിൽ കടലിന് നടുവിൽ 1.15 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള വളരെ ചെറിയൊരു ദ്വീപ് നിലകൊള്ളുന്നു. കച്ചാ ദ്വീപ് എന്നാണ് ഈ ദ്വീപിനെ അറിയപ്പെടുന്നത്. മത്സ്യത്തൊഴിലാളികൾ ഈ ദ്വീപ് മത്സ്യങ്ങളെ പിടിക്കാൻ ഉപയോഗിക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ദ്വീപ് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായി മാറുന്നു. എന്നാൽ ഈ ദ്വീപ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒരു തർക്കപ്രദേശമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 1974 ഉടമ്പടി പ്രകാരം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഈ ദ്വീപ് ശ്രീലങ്കയ്ക്ക് കൈമാറിയതുകൊണ്ട് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ മത്സ്യബന്ധനം നടത്താൻ കഴിയില്ല. കൂടാതെ ഈ ദ്വീപിന്റെ പേരിൽ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെയും മറ്റും ശ്രീലങ്കൻ നാവികസേന കൊലപ്പെടുത്തിയതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാക്കം കൂട്ടിയിരുന്നു. 2019-2020 വർഷങ്ങളിൽ മാത്രമായി 284 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളാണ് ശ്രീലങ്കയുടെ അറസ്റ്റിലായത് എന്നതിൽ നിന്നും ഈ പ്രശ്നത്തിന്റെ അളവ് നമുക്ക് വ്യക്തമാകും. ഇതുകൂടാതെ മൊത്തം 53 ഇന്ത്യൻ ബോട്ടുകൾ ശ്രീലങ്കൻ അധികൃതർ പിടിച്ചെടുക്കുകയും ചെയ്തതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല എന്നതാണ് സത്യം. ശ്രീലങ്കയിലെ ജനങ്ങൾ ഇന്ത്യയിലെ തമിഴ് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. അതിന് ഏറ്റവും വലിയ കാരണം ഇന്ത്യയിൽ നിന്നും വന്ന് ശ്രീലങ്കയിൽ താമസിക്കുന്ന തമിഴ് ജനതയാണ്. ഈ ചിന്താഗതി കാരണം ശ്രീലങ്കയിൽ തമിഴ് ജനത പലതവണ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുമൂലം തമിഴ് ജനതയും ശ്രീലങ്കയ്ക്കെതിരെ രോഷത്തിലാണ്. ഇതാണ് ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളാകാൻ കാരണം. എന്നാൽ ശ്രീലങ്ക സ്വന്തം കുഴി തോണ്ടുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം എല്ലാ രാജ്യങ്ങളെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ മുൻപിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതിനാൽ സാമ്പത്തികമായി മോശം സാഹചര്യത്തിൽ നിൽക്കുന്ന ശ്രീലങ്ക സ്വന്തം അയൽ രാജ്യവുമായി കലഹിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. 9-ാമതായി ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന്റെ പുരോഗതിക്ക് ഇന്ത്യ ഒരിക്കലും സഹായിച്ചിട്ടില്ല എന്ന പ്രസ്താവന തന്നെയാണ് ഈ രാജ്യം എപ്പോഴും നൽകിയിട്ടുള്ളത്. ഇന്ത്യ തങ്ങളെ കുറച്ചെങ്കിലും സഹായിച്ചിരുന്നുവെങ്കിൽ ബംഗ്ലാദേശ് ഇതിലും വേഗത്തിൽ മുന്നേറുമായിരുന്നുവെന്നും ഈ ചിന്താഗതി കാരണം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല എന്നും കരുതപ്പെടുന്നു. എന്നാൽ ഈ രാജ്യത്തിന് അവകാശങ്ങളും സ്വാതന്ത്ര്യവും നൽകുന്നതിന് ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ യുദ്ധം വരെ ചെയ്യേണ്ടി വന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നത് ബംഗ്ലാദേശ് ബോധപൂർവം മറക്കുന്നു എന്നതാണ് സത്യം. അവരെ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശ് ആക്കുന്നതിൽ ഇന്ത്യ വലിയ പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ ഇന്നും ഈ രാജ്യം വിശ്വസിക്കുന്നത് ഇന്ത്യ അവരുടെ വികസനത്തിന്റെ വേഗത കുറയ്ക്കുകയാണ് എന്നാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കാലാകാലങ്ങളിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇക്കാരണത്താൽ ഇന്ത്യയെ വെറുക്കുന്ന ബംഗ്ലാദേശികളുടെ ജനസംഖ്യ സമീപ വർഷങ്ങളിൽ വർദ്ധിച്ചു. കൂടാതെ ഒരു മുസ്ലിം രാഷ്ട്രമായതിനാലുള്ള അവരുടെ നിലവിലെ പാകിസ്ഥാൻ സ്നേഹം കാരണം ഇന്ത്യക്കാർ അവരെ നിലവിൽ പാകിസ്ഥാൻ അനുകൂലികളായി കണക്കാക്കുന്നു. കൂടാതെ ബംഗ്ലാദേശിന് ഇന്ത്യൻ നയങ്ങളിൽ അതൃപ്തിയുള്ളതിനാൽ ഇന്ത്യയോട് അവർ ശത്രുത പുലർത്തിപ്പോരുന്നു. 8-ാമതായി സൗത്ത് കൊറിയ. കൊറിയയിലേക്ക് പോകുന്ന ഓരോ 10 പേരിൽ 7 പേരും വംശീയ വിദ്വേഷം നേരിടുന്നു. ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഇന്ത്യക്കാർക്കാണെന്നറിയുമ്പോഴാണ് നമുക്ക് സൗത്ത് കൊറിയ എന്ന രാജ്യത്തെ മനസ്സിലാക്കുക. കടകൾക്കും ക്ലബ്ബുകൾക്കും പുറത്ത് ഇന്ത്യക്കാരെ അനുവദിക്കില്ല എന്ന ബോർഡുകൾ വരെ സൗത്ത് കൊറിയയിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇതിന് 2 വലിയ കാരണങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇന്ത്യയിലെ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ പഠനത്തിൽ മികച്ചതായി കാണണമെന്ന് പ്രതീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ സൗന്ദര്യ നിലവാരത്തിൽ അത് പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് ഒന്നാമത്തെ കാരണം. പച്ചയ്ക്ക് പറഞ്ഞാൽ വർണ്ണത്തോടുള്ള വംശീയത അല്ലെങ്കിൽ വിവേചനം മാത്രമാണ് ഒന്നാമത്തെ കാരണം. 2-ാമത്തെ വലിയ കാരണം അവർ ഇന്ത്യക്കാരെ തീരെ വൃത്തിയില്ലാത്തവരായി കണക്കാക്കുന്നു. കാരണം കൊറിയയിലെ ധാരാളം ഇന്ത്യക്കാർ മാലിന്യ നിർമ്മാർജ്ജനം, മാംസഗതാഗതം പോലെയുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നു. അതിനാൽ ചെറിയ ജോലികൾ ചെയ്യാൻ മാത്രമായി വരുന്ന ഇവർ കാഴ്ചയിലും വൃത്തിയില്ലാത്തവരാണെന്ന് സൗത്ത് കൊറിയൻ ജനങ്ങൾ മുദ്രകുത്തുന്നു. ഈ വർണ്ണവിവേചനവും വർണ്ണവെറിയും കാരണം ഇന്ത്യയും സൗത്ത് കൊറിയയും തമ്മിലുള്ള ബന്ധം അത്ര മികച്ചതല്ല. 7-ാമതായി കാനഡ. അടുത്തിടെ കനേഡിയൻ മണ്ണിൽ ഒരു പ്രമുഖ സിഖുകാരനെ കനേഡിയൻ സർക്കാർ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനു പുറമെ നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയുടെ പങ്കാരോപിച്ച് ഒരു മുതിർന്ന ഇന്ത്യൻ ഡിപ്ലോമാറ്റിനെ രാജ്യത്ത് നിന്നും കാനഡ പുറത്താക്കിയിരുന്നു. ഇതിന് മറുപടിയായി കേസിലെ ഒരു സംഭവ വികാസവുമായും ഇന്ത്യക്ക് പങ്കില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവന ഇറക്കി ഇന്ത്യ ഒരു മുതിർന്ന കനേഡിയൻ ഡിപ്ലോമാറ്റിനെ പുറത്താക്കുകയും ചെയ്തു. ഇക്കാരണത്താൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വളരെ സങ്കീർണമായിട്ടുണ്ട്. എന്നാൽ ഇവ മെച്ചപ്പെടുന്നില്ലെങ്കിൽ കാനഡയ്ക്ക് വലിയ നഷ്ടം സംഭവിക്കുമെന്ന് കരുതപ്പെടുന്നു. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഇന്ത്യൻ പ്രവാസി ജനസംഖ്യയിൽ ഒന്നാണ് കാനഡ എന്ന രാജ്യം. അതായത് ഇന്ത്യൻ വംശജരായ 16 ലക്ഷം പേരാണ് കാനഡയിൽ താമസിക്കുന്നത്. കാനഡയുടെ മൊത്തം ജനസംഖ്യയുടെ 3% വരുന്ന ഇവരിൽ 7 ലക്ഷം NRIകൾ ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ത്യക്കാർ കനേഡിയൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രതിവർഷം 3 ലക്ഷം കോടി രൂപ സംഭാവന ചെയ്യുന്നു എന്നതിനാൽ കാനഡയുടെ ഈ നീക്കങ്ങൾ അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി മാറുന്നു.
ആറാമതായി ചൈന. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഏതൊരു ഇന്ത്യക്കാരനും അറിയാം നിലവിലെ ഇന്ത്യ ചൈന ബന്ധം അത്ര മികച്ചതല്ല എന്നുള്ളത്. കഴിഞ്ഞ 10 മുതൽ 15 വർഷത്തിനിടയിൽ ഈ ശത്രുത വളരെയധികം ആഴത്തിലായിരുന്നു. അതോടൊപ്പം ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ കൊറോണ വൈറസ് ചൈനയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടതും ചൈനയോടുള്ള ഇന്ത്യൻ ജനതയുടെ ശത്രുത വർദ്ധിപ്പിച്ചിരുന്നു. നിരന്തരമായ അതിർത്തി തർക്കങ്ങളും സംഘർഷങ്ങളും കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം നിലവിൽ വളരെ മോശം അവസ്ഥയിലാണ്. കൂടെ പാകിസ്ഥാനുമായി ചേർന്ന് ഇന്ത്യയുടെ മറ്റതിർത്തികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ചൈന ശ്രമിച്ചു പോരുന്നു. കൂടാതെ സാമ്പത്തികമായി ഇന്ത്യ മുന്നേറുന്നതിലും ചൈനയ്ക്ക് ഇന്ത്യയോട് ശത്രുതയുണ്ട്. പാകിസ്ഥാൻ പോലെയുള്ള ഒരു തീവ്രവാദ രാജ്യത്തെ ഇളക്കിവിട്ട് ഇന്ത്യയോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാലും ഇന്ത്യക്ക് ചൈനയോട് നല്ല ബന്ധം തുടരാൻ താല്പര്യമില്ല. അതിനാൽ ഇന്നത്തെ കാലത്ത് ചൈനയാണ് ഇന്ത്യക്ക് പാകിസ്ഥാനേക്കാളും അപകടകാരിയെന്ന് ഇന്ത്യ ഉറച്ചു വിശ്വസിക്കുന്നു. അഞ്ചാമതായി പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുതയെക്കുറിച്ച് ഇന്ത്യയിലെ ഓരോരുത്തർക്കും അറിയാം. മതത്തിന്റെ പേരിൽ പാകിസ്ഥാൻ പോലെ ഒരു പുതിയ രാജ്യം സൃഷ്ടിച്ചത് മുതൽ അവർ ഇന്ത്യയുമായി യുദ്ധം ആരംഭിച്ചു. മതത്തിന്റെ പേരിൽ ഇന്ത്യയുടെ ഒരു വലിയ ഭാഗം വേർപെടുത്തി പാകിസ്ഥാൻ സൃഷ്ടിച്ചിട്ടും ഇന്നും അവരിലെ ഇന്ത്യയോടുള്ള ശത്രുത അവസാനിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 1948, 1965, 1971, 1999 വർഷങ്ങളിലെ യുദ്ധങ്ങളിൽ നമ്മൾ പരാജയപ്പെടുത്തിയ പാകിസ്ഥാൻ അതിർത്തിയിൽ ദിവസേന വെടിവെപ്പിലേർപ്പെടുകയും തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം വഴി ഇന്ത്യക്ക് പരമാവധി ദോഷം വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ പ്രവൃത്തികളെല്ലാം കാരണം പാകിസ്ഥാൻ കടക്കണിയിൽ മുങ്ങിയെങ്കിലും മതതീവ്രവാദ പ്രവർത്തനങ്ങൾ അവർ അവസാനിപ്പിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ മതതീവ്രവാദവും ഇന്ത്യയോടുള്ള വൃത്തികെട്ട സമീപനവും കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എല്ലാ കാലവും മോശമായി തുടരുന്നു. നാലാമതായി തുർക്കി. നമ്മൾ തുർക്കി എന്ന രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇത് വർഷങ്ങൾക്ക് മുൻപ് ഒരു മികച്ച രാജ്യമായിരുന്നു. എന്നാൽ അറബ് രാജ്യങ്ങളുടെ മേൽ തങ്ങളുടെ ആധിപത്യം തെളിയിക്കാൻ വേണ്ടി തുർക്കി ഇപ്പോൾ ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫയായി സ്വയം കണക്കാക്കുന്നു. അതിനാൽ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളെയും സഹോദരന്മാരായും ഈ രാജ്യങ്ങൾ വെറുക്കുന്ന ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെ ശത്രുവായും കണക്കാക്കുന്നു. തുർക്കിയിലെ യുവതലമുറയ്ക്ക് ഇന്ത്യയെ വളരെയധികം ഇഷ്ടമാണ്. എങ്കിലും തുർക്കിയുടെയും ഇന്ത്യയുടെയും ചരിത്രം കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു പരിധിവരെ വർദ്ധിച്ചു. 1965 ശേഷം തുർക്കി പാകിസ്ഥാനെ അനുകൂലിച്ച് ഇന്ത്യക്കെതിരെ വോട്ട് ചെയ്ത നിരവധി അവസരങ്ങളുണ്ട്. ഇത് മാത്രമല്ല, കാശ്മീരിൽ നിന്നും ആർട്ടിക്കിൾ 370 നീക്കം ചെയ്തപ്പോൾ തുർക്കി ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നു. കൂടാതെ ഇന്ത്യയോടുള്ള ശത്രുത മനസ്സിൽ വെച്ച് തുർക്കി പാകിസ്ഥാൻ ആയുധങ്ങൾ എത്തിച്ചു നൽകുകയും ചെയ്തു പോരുന്നു. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധം വളരെ മോശമായി തുടർന്നു പോരുന്നു. മൂന്നാമതായി നോർത്ത് കൊറിയ. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു രാജ്യമാണ് ഉത്തര കൊറിയ. അതിനാൽ തന്നെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ മണ്ടൻ നിയമങ്ങൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രസിഡന്റ് കിം ജോങ് ഉന്നിനെയും നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ പാകിസ്ഥാൻ തങ്ങളുടെ ആണവ സാങ്കേതിക വിദ്യ ഉത്തര കൊറിയയ്ക്ക് വിറ്റതായി ഇന്ത്യ ആരോപിച്ചിരുന്നു. ഇന്ത്യ തങ്ങളുടെ സൈനിക സുഹൃത്തായ ദക്ഷിണ കൊറിയയുമായുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്നത് ഉത്തര കൊറിയയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഉത്തര കൊറിയയെ ശത്രുവെന്നോ മിത്രമെന്നോ കരുതാതെ ഇന്ത്യ മുന്നോട്ടു പോകുന്നു. അതേസമയം ചൈനയുമായും പാകിസ്ഥാനുമായും മികച്ച ബന്ധം പുലർത്തുന്ന ഉത്തര കൊറിയ ഇന്ത്യയെ ഒരു ശത്രുവായി നോക്കിക്കാണുന്നു. മാത്രമല്ല, ഉത്തര കൊറിയയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്കൊപ്പം ഇന്ത്യയും കൂടുമെന്നും ഉത്തര കൊറിയ ഭയപ്പെടുന്നു. അതിനാൽ ഇന്ത്യയുടെ ശത്രുത പുലർത്തുന്ന ഒരു രാജ്യമായി ഉത്തര കൊറിയ നിലവിൽ നിലകൊള്ളുന്നു. രണ്ടാമതായി മാലിദ്വീപ്. 2024 ജനുവരി 4 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ലക്ഷദ്വീപ് സന്ദർശിച്ച ഫോട്ടോകൾ ഷെയർ ചെയ്തത് മാലിദ്വീപിൽ വൻ വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു. ഇതിനെതിരെ മാലിദ്വീപ് സർക്കാരിലെ 3 മന്ത്രിമാർ മോശമായി പ്രതികരിച്ചതിനെ തുടർന്ന് ഇന്ത്യ മാലിദ്വീപ് ബന്ധം വളരെ മോശമായി മാറിയിരുന്നു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ സ്ഥിതി വഷളാകുകയും ഇന്ത്യയിലെ മാലിദ്വീപ് ബഹിഷ്കരണ പ്രവണത സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ഇന്ത്യയിലെ ജനങ്ങൾ ഇക്കാര്യം ഗൗരവമായി എടുക്കുകയും മാലിദ്വീപിലെ തങ്ങളുടെ വിമാനങ്ങളും ഹോട്ടലുകളും റദ്ദാക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മാലിദ്വീപ് അവരുടെ 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത് ഇന്ത്യയുമായി സൗഹൃദം പുതുക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇന്ത്യൻ ജനങ്ങൾ പൂർണ്ണമായും മാലിദ്വീപിനെ ഉപേക്ഷിക്കുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. ഇത് മാലിദ്വീപിനെ വൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് തള്ളിവിടുകയും ചെയ്തതോടെ ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം മോശമായി തുടരുന്നു. ഒന്നാമതായി മലേഷ്യ. എന്തുകൊണ്ടാണ് മലേഷ്യ ലിസ്റ്റിന്റെ ഭാഗമാകുന്നത് എന്നതാണ് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഒരു പുരോഗമന രാജ്യമാണ് മലേഷ്യ. ഈ രാജ്യം തുടക്കം മുതൽ വികസനത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ 8 മുതൽ 10 വർഷമായി ഇവിടെ മതഭ്രാന്ത് മാത്രമാണ് കാണപ്പെടുന്നത്. വ്യാപാര കാര്യങ്ങളിൽ ഇന്തോനേഷ്യയേക്കാൾ മലേഷ്യയെ സഹായിച്ചിരുന്ന ഇന്ത്യ നിലവിൽ അവരുടെ ശത്രുവായി മാറിയിരിക്കുന്നു. മതസ്നേഹം കാരണവും തുർക്കിയോടുള്ള വിധേയത്വം കാരണവും പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ ഇറങ്ങിയ മലേഷ്യയിൽ നിന്നുമുള്ള ഇറക്കുമതികൾ നിരോധിച്ചാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത്.
ഇന്ത്യയും മലേഷ്യയും തമ്മിൽ അധിക ഉടമ്പടികൾ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച സക്കീർ നായിക്കിനെ ഇന്ത്യക്ക് കൈമാറാത്തതും കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ചതും മലേഷ്യയോടുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ ശക്തമാക്കിയിരുന്നു. പാം ഓയിൽ പോലെയുള്ള ഇറക്കുമതികൾ മലേഷ്യയിൽ നിന്നും നിരോധിക്കുകയും ചെയ്തതോടെ ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ബന്ധം മോശമായി തുടരുന്നു.